നന്ദുവിന്റെ മെസ്സേജ് ആണല്ലോ. അനി, നിന്റെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ നീ 3-3.5 മണിക്കൂർ കടപ്പുറത്ത് എനിക്ക് വേണ്ടി കാത്തു നിന്നെന്ന് എന്നോട് അവിടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞിരുന്നു. എന്നിട്ട് നീ ഒരുക്കിയ ആ കേക്ക് ഒരു പീസ് കഴിച്ചിട്ടാ ഞാൻ മടങ്ങിയത്. പക്ഷെ അവിടെ എത്തിയപ്പോ 12:30 കഴിഞ്ഞിരുന്നു. പിന്നെ നിന്നെ വിളിച്ചിട്ട് നീ എടുത്തില്ല. ഞാൻ പെട്ടുപോയതാടാ. ബർത്ത്ഡേ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ടും എനിക്കത് പാലിക്കാൻ പറ്റിയില്ല. ഞാനായിട്ട് ആരോടും പറഞ്ഞില്ല. പക്ഷെ ആ സമയത്ത് ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് നവീനേട്ടൻ അവിടെ എത്തി. എന്റെ സ്റ്റേഷനിലെ പോലീസുകാർക്ക് അറിയായിരുന്നു എന്റെ ബർത്ത്ഡേ ആണെന്ന്. അവരെനിക്ക് വേണ്ടി ഒരു കേക്കും ഒരുക്കിയിരുന്നു. അപ്പൊ നവീനേട്ടനും അതറിഞ്ഞു. പിന്നെ എനിക്ക് അതിൽ പങ്കെടുക്കാതെ പോരാൻ പറ്റാത്ത അവസ്ഥയായി. നീ കേക്ക് ഒരുക്കി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ നവീനേട്ടനും എന്റെ കൂടെ വരും. അതുകൊണ്ട് പുള്ളിക്കാരനെ ഒഴിവാക്കിയിട്ട് മാത്രമേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തുള്ളായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ 12 മണി കഴിഞ്ഞു പോയടാ. അവിടുന്ന് ഞാൻ വെപ്രാളത്തിൽ നിന്റെ അടുത്തേക്ക് എത്തിയപ്പോ എന്റെ പേരെഴുതിയ മനോഹരമായ ഒരു കേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാക്ഷിയായിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത ആളും. ആ സമയത്ത് കടലിൽ ചടണോ അതോ കവിളത്ത് സ്വയം അടിക്കണമെന്നൊന്നും എനിക്ക് അറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. നീ എന്നെ മനസ്സിലാക്കണോ അനി? ഒരുപാട് റിസ്ക് എടുത്തിട്ടാ ഞാൻ വീട്ടുകാരോട് പോലും കള്ളം പറഞ്ഞിട്ട് നിന്റെ അടുത്തേക്ക് എത്താൻ തീരുമാനിച്ചത്. എന്നാ അത്രയ്ക്ക് നമ്മളെ സന്തോഷിക്കരുതെന്ന് ദൈവങ്ങൾ പോലും കരുതി കാണും. പിന്നെ ഞാൻ ഓഫീസിലേക്ക് വന്നപ്പോ എനിക്കറിയായിരുന്നു നീ ഇവിടെ കാണുമെന്ന്. നീ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് മനസ്സിലായി. സാരല്ലടാ, ഞാൻ അതുപോലൊരു തെറ്റല്ല നിന്നോട് ചെയ്തത്. പക്ഷെ ഒന്നും മനഃപൂർവ്വം അല്ലെന്ന് പറയാൻ വേണ്ടിയാ ഇങ്ങനൊരു മെസ്സേജ് ഇട്ടത്. നിന്നെ അത്രയ്ക്ക് നിരാശനാക്കിയതിന് നീ തരുന്ന എന്ത് ശിക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ ഈ മെസ്സേജ് കേട്ട ശേഷം നീ എന്നെ വിളിക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില. നീ പിണങ്ങിയപ്പോഴാ, എന്റെ കോള് നീ എടുക്കാതിരുന്നപ്പോഴാ നീ എനിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇനി നിന്റെ ശബ്ദം ഒന്ന് കേട്ടില്ലെങ്കിൽ ഞാൻ തകർന്നു പോവാനേ. പ്ലീസ് എന്നെ ഒന്ന് വിളിക്കടാ. നന്ദു, പോടാ. നീ അപ്പൊ എന്നെ ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ? എടീ, ഒരു 3-3.5 മണിക്കൂർ കാത്തു നിന്ന് നീ തന്നെ പറഞ്ഞല്ല. അത്രയും സമയം സ്നേഹിക്കുന്ന പെണ്ണിനെ കാത്തു നിൽക്കുന്നവരുടെ അവസ്ഥ എന്താണെന്ന് നീ മനസ്സിലാക്കണം, നീ അറിയണം. എന്നിട്ട് അവൾ വരാതിരുന്നാലോ? നിനക്ക് അവിടെ വന്നപ്പോ കടലിച്ചാണെന്ന് തോന്നിയില്ലേ? അതുപോലെ എനിക്ക് പലതവണ തോന്നിയതാ. ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായല്ലോ. കൃത്യം 10 മണിക്ക് ഞാൻ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പോഴാ ഒരു 6 വയസ്സുകാരിയെ ഇടിച്ചിട്ട കേസുമായി 2 സ്റ്റേഷനിലോട്ട് വന്നത്. അവന്മാരാണെങ്കിൽ ഒടുക്കത്തെ മോടയും. എനിക്ക് സഹിച്ചില്ല. കൂടുതൽ ഷോ കാണിച്ചൊരുത്തന്നെ 2 കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാ അവന്മാരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി നവീനേട്ടൻ വന്നത്. അവനിത് എന്തിന്റെ കേടാ? നവീനേട്ടൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ, അത് നിനക്കറിയാലോ. അപ്പൊ പിന്നെ നവീനേട്ടൻ വന്നൊരു ആവശ്യം പറയുമ്പോഴേ എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ കഷ്ടകാലത്തിന് അയാൾ അറിയുകയും ചെയ്തു എന്റെ ബർത്ത്ഡേ ആണെന്ന്. പിന്നെ അതിന്റെ പരിഭവമായി. ശരിയടി, നിന്റെ ബർത്ത്ഡേ ഇന്ന് രാത്രി 12 മണി വരെ ഉണ്ടല്ലോ. ഇന്നെന്തായാലും രാത്രിയിൽ നമുക്ക് കാണാം. നമുക്ക് രണ്ടാൾക്കുണ്ടായ നിരാശ ഇന്ന് തീർക്കണം. അല്ല, നിനക്കൊന്ന് വരാൻ പറ്റുമോ? എടാ, ഇന്ന് രാത്രിയും 10 മണിയൊക്കെ കഴിഞ്ഞ് എങ്ങനെയാടാ വരുന്നേ? അത് അല്ല, വേണ്ട, നിനക്കൊരു 8 മണിയാകുമ്പോ വരാൻ പറ്റുമോ? ആ, അത് നോക്കാം. നിന്നെ നിരാശപ്പെടുത്തിയേനെ. ഇനി അച്ഛനും അമ്മയ്ക്ക് ഇത്തിരി സംശയം തോന്നിയാലേ ശരി. ഞാൻ നീ പറയുന്നിടത്ത് എത്തിക്കോളാം. ഇന്നലെ നമ്മൾ തീരുമാനിച്ചൊരു സ്പോട്ട് ഉണ്ടല്ലോ, അവിടെ എത്തിയാൽ മതി. നിന്റെ ബർത്ത്ഡേ നീ കേക്കൊന്നും സെറ്റ് ചെയ്യരുത്, ഞാൻ കേക്കുമായിട്ട് അവിടെ എത്തിക്കോളാം. എല്ലാം നീ പറഞ്ഞ പോലെ. ഓ, ഇപ്പൊ മനസ്സിന് എന്തൊരു ആശ്വാസം ഉണ്ടെന്നറിയോ? ഇനിയിപ്പൊ എന്തായാലും ആക്റ്റീവായിട്ട് തന്നെ സ്റ്റേഷനിലോട്ട് പോവാ. ഇപ്പതേ നീ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ സമനില മുഴുവൻ തെറ്റിയേനെ. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമ്മൾ എന്താടാ ഇങ്ങനെ അടുത്തു പോയത്? എന്താന്ന് എനിക്കറിയില്ല. ഇക്കണക്കിന് നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിരിക്കല്ലോ. നീ ഒരിക്കൽ കഴിയാത്തതിനെ പറ്റി ഇനി ചിന്തിക്കണ്ട. അതിന് കഴിയാതെ വന്ന പ്രശ്നമാവുന്ന നിനക്കും എനിക്കും അറിയാം. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്താലും നമുക്ക് ഒന്നിക്കണം. ശരിയടി. അവൻ എന്തായിരിക്കും ഇന്ന് നമുക്ക് ഗിഫ്റ്റ് കൊടുത്തത്? എടാ, നീ നന്ദുവിന് ഗിഫ്റ്റ് കൊടുത്തില്ലേ? അത് എന്ത് ഗിഫ്റ്റാ കൊടുത്തത്? ഞാനൊരു മോതിരാണ് അവൾക്ക് കൊടുത്തത്. മോതിരോ? അവളുടെ വിരലിൽ കുറച്ച് ടൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ അത് ഇട്ട് കൊടുക്കുമായിരുന്നു. ആ സമയത്ത് അവളുടെ അച്ഛനും അമ്മയൊക്കെ അമ്പലത്തിൽ പോയിരിക്കായിരുന്നു. അത് സൗകര്യം. ഒരു കണക്കിന് പറഞ്ഞ ഒരു റിംഗ് എക്സ്ചേഞ്ച് ആണ് നടന്നത്. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? ദൈവം ഒരു അവസരം ഒരുക്കിയതാ. അത് ഞാനങ്ങ് മുതലാക്കി. എന്താ അത് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഏയ്, എനിക്കൊരു എതിർപ്പില്ല. അല്ല, പക്ഷെ മോതിരം ഇട്ട് കൊടുത്തപ്പോ അവള് ദേഷ്യപ്പെട്ടില്ലേ? അതിപ്പോ മോതിരം ചേരാതെ വന്ന ജ്വല്ലറിയിലൊക്കെ സെയിൽസ്മാൻമാര് മോതിരം ഇട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ അവള് കരുതിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവളോട് നീ എന്നെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല. ചിലപ്പോ അവളുടെ മനസ്സ് നിറയെ കാണും. നീ അവളെ വിളിക്കാൻ പറ്റോ ചെയ്തായിരുന്നു? ഇല്ല, ഞാൻ വിളിച്ചൊന്നുമില്ല. എടാ, പിന്നെ അവളുടെ ബർത്ത്ഡേ ആയിട്ട് നമുക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടി ആഘോഷിക്കണ്ടേ? അത് എങ്ങനെ പറ്റൂടാ? ഞാനിപ്പോ നല്ല തിരക്കില്ല. ശരിടാ, ഞാൻ തന്നെ വിളിച്ചോളാം. അവൻ അവളുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുത്തെന്ന് എന്ത് പണി അവൻ കാണിക്കുന്നത്? എനിക്ക് ഇതേപ്പറ്റി ഗ്രാഹ്യമൊന്നുമില്ല. പിന്നെ അവളുടെ ഡിസൈൻ എല്ലാരും സൂപ്പറാണെന്ന് പറയാ. പിന്നെ ഞാനതിനാ പറയുന്നത്. ഇപ്പൊ തന്നെ ഞാൻ അയച്ചു കൊടുത്തേക്ക്. ഹലോ. എങ്ങനെയുണ്ടോ മാളവിക വരച്ച പുതിയ ഡിസൈൻ? ഇത് കൊള്ളത്തില്ലെന്ന് അങ്ങനെ പറയൂ. എന്താണോ ഒന്നും പറയാത്തത്? രണ്ടും കേട്ട രീതിയിൽ അങ്ങ് പറയാം. തരക്കേടില്ല സാറേ. എന്താണോ അങ്ങനെ പറഞ്ഞത്? ശരിക്കുള്ള അഭിപ്രായം പറയടോ. കുഴപ്പമില്ല സാർ. കുഴപ്പമില്ല, തരക്കേടില്ല. എന്നാലും സൂപ്പർ എക്സലന്റ് എന്നൊന്നും താൻ പറയില്ലല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാർ. പിന്നെ സാറാണല്ലോ ഇതൊക്കെ പറയേണ്ടത്. ഏതോ ഡേവിഡ് നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയണം. പിന്നെ തനിക്ക് ഇതിന്റെ ABCD അറിയില്ലല്ലോ. തന്നെ ഞാൻ ആ കസേരയെ പിടിച്ചിരുത്തിയെന്നല്ലാതെ ഡിസൈനെ കുറിച്ച് ഒരു ബോധം തനിക്കില്ലല്ലോ. ഏതോ മാളവികയ്ക്ക് സാലറി കുറച്ച് കൂട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മാളവിക കളക്ഷൻസ് മാർക്കറ്റ് പിടിച്ചടക്കോളൂ. നമ്മൾ എല്ലാ അർത്ഥത്തിലും വിജയിക്കാൻ പോവുക. നയന എന്ന അനന്തപുരിയിലെ മരുമോള് പുതിയ പുതിയ ഡിസൈനുകൾ വരച്ചാണ് മൂർത്തീസ് ജുവലറിയെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർത്തിയത്. അവളുടെ സ്ഥാനം ആ തറവാട്ടിൽ അരക്കിട്ട് ഉറപ്പിച്ചത് അങ്ങനെയാ. ഇനി അവളെ ഒരു സൈഡാക്കിയിട്ട്
മാളവിക കളക്ഷൻസ് കസ്റ്റമേഴ്സിന്റെ മനം കീഴടക്കട്ടെ. ശരി സാർ. ഓക്കെ. ഇതിന് ഈ പറയുന്ന പോലെ എന്ത് ഭംഗിയാണുള്ളത്, ആർക്കറിയാം ഇത്. ഇത് കൊള്ളാം, അവർക്ക് ചേരും. എത്ര വിലയായാലും ഇന്ന് എന്നത് വാങ്ങണം. അവനവക്ക് മോതിരിട്ട് കൊടുത്തെന്നല്ലേ പറഞ്ഞത്. ഞാൻ ഈ നെക്ലേസ് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കും. അത് അവൾക്ക് സന്തോഷമായിരിക്കും. അത് അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ല, അവനുമായിട്ട് എനിക്കെന്തിനാ ഒരു കോമ്പറ്റീഷൻ? അവൾ എന്റെ പെണ്ണല്ലേ. അവൻ കഥയറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ഒരു കണക്കിന് അവനൊരു പാവാ. എന്ത് ചെയ്യാനാ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെ അവൻ കണ്ണുവയ്ക്കുന്ന ആരെങ്കിലും കരുതിയോ? ഈ നെക്ലസും കമ്മലും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്ന അവളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എന്റെ സെലക്ഷൻ തെറ്റിയില്ല. ഈ മാലയും കമ്മലും ഒക്കെ ഇട്ടപ്പോ നിന്റെ ഭംഗി കൂടി. ഇത്രയും വില കൂടിയ മാലയൊന്നും എനിക്ക് വേണ്ടായിരുന്നു. ഒന്നാമത് എനിക്കിതാരെയും കാണിക്കാൻ പോലും പറ്റില്ല. എന്തായാലും ഇതുപോലൊരു ഡയമണ്ട് കമ്മൽ മാല ഒന്ന് വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് അച്ഛനമ്മയ്ക്കൊക്കെ അറിയാം. എന്തായാലും അതുകൊണ്ട് നീ ഇപ്പൊ ആരെയും കാണിക്കണ്ട. എനിക്ക് കാണണം തോന്നുമ്പോ മാത്രം നീ ഇത് അണിഞ്ഞോണ്ട് വന്നാ മതി. അല്ല, ഞാനിത് എവിടെ വെക്കും? നമുക്കൊരു ലോക്കറി വെക്കാം. ഞാൻ നിനക്ക് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അക്കൗണ്ട് ഉണ്ട്. ഞാനേ അവിടുത്തെ ലോക്കറിൽ വെച്ചോളാം. അങ്ങനെ ബാങ്ക് ലോക്കറില് നീ ഞാൻ തന്ന ആഭരണങ്ങൾ വെക്കുന്ന കൂട്ടത്തില് എന്റെ ഹൃദയം കൂടി നീ എന്നിട്ട് ലോക്കറി വെച്ചേക്കണം നിന്റെ ഉള്ളില്. സാർ, ഒന്ന് നോക്കിയിട്ട് വന്നൂടെ? അല്ല സാറേ, ഒരു ചെക്ക് സൈൻ ചെയ്യണ്ടായിരുന്നു. അതൊക്കെ സൈൻ ചെയ്യാം. ഓക്കെ സാർ, ഇവിടെ വെച്ചാൽ ഇന്ന് അവളെ ഒന്ന് ഞെട്ടിക്കണം. ഞാൻ മനസ്സിൽ കണ്ട രംഗങ്ങള് ഇന്ന് സംഭവിക്കണം. അവൾ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നത് അതൊരു വലിയ ഭാഗ്യ. ആ ഭാഗ്യം ഒരിക്കലും അവൾക്ക് ദോഷമായിട്ട് മാറരുത്. അതുകൊണ്ടല്ലേ ആരും കാണാതെ വരാൻ ഞാൻ പറഞ്ഞത്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ കണ്ടുമുട്ടുന്ന സ്ഥലങ്ങളൊക്കെ വളരെ സേഫാ. ഇവിടെ ഈ പരിസരത്ത് പോലും ഒരു CCTV ക്യാമറ ഇല്ല. അതൊന്നും അല്ല ആദർശേട്ടാ. അവിടെ ഈ അന്വേഷണമൊക്കെ നടത്തുമ്പോ അവർക്ക് സംശയമൊന്നും തോന്നരുത്. ആദർശേട്ടൻ പലപ്പോഴും അവളോട് പറയുന്നത് ഡേവിഡിനോട് സംസാരിക്കുമ്പോ തന്ത്രപൂർവ്വം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് അവള് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോ അയാൾ നിസ്സാരക്കാരനല്ല, ബിസിനസ്സിൽ വിജയിച്ച ഒരാളാ. അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലുണ്ടല്ലോ, പിന്നെ മാളവികയെ അയാളുടെ ആൾക്കാര് ഫോളോ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. അയാൾ അത്ര വലിയ ബുദ്ധിമാനൊന്നുമല്ല. അയാളെ MD സ്ഥാനത്ത് നിയമിച്ചവരാ ബുദ്ധിയുള്ളവര്. അവരെ കണ്ടെത്താൻ വേണ്ടിയല്ലേ നമ്മൾ ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. അയാൾക്ക് ബുദ്ധിയില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അയാൾക്ക് ഡിസൈൻസിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലെന്നല്ലേ മാളവിക പറഞ്ഞത്. അവളെ ഇന്റർവ്യൂ നടത്തിയപ്പോ നീ വരച്ച ഡിസൈൻസ് ഒന്നും കൊള്ളില്ലെന്നല്ലേ ആദ്യം അയാൾ പറഞ്ഞത്. പിന്നെ അതേപ്പറ്റി ബോധമുള്ള ആരോ എക്സലന്റ് എന്ന് മറുപടി കൊടുത്തത്. അങ്ങനെ മറുപടി കൊടുത്തവരെ നമുക്ക് കണ്ടെത്തേണ്ടത്. മറിഞ്ഞിരിക്കുന്നവരെ അത്ര പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്കും അറിയാം. അല്ലെങ്കിൽ കിരണിന്റെ ഫ്രണ്ട് സേവിയറിനെ എപ്പോഴും അവർ കണ്ടെത്തിയാണ്. എന്തായാലും ഗൾഫിലേക്ക് ഞാൻ അന്വേഷണം നടത്തുന്നു. നീ വാ. എന്തായി? എല്ലാം ഓക്കെ. ഇനി നീ നല്ലൊരു സമയം നോക്കി ജോയിൻ ചെയ്താൽ മാത്രം മതി. ഇപ്പൊ അവർക്ക് മറ്റൊരു ബ്രാഞ്ച് കൂടി വരുന്നുണ്ടല്ലോ. മിക്കവാറും നിന്നെ അതിന്റെ മാനേജർ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അയ്യോ, ഞെട്ടിയോ? എടാ, ഞാൻ ആ കമ്പനിയുടെ മോഡലായ ശേഷം കമ്പനി ഒരുപാട് മുകളിലേക്ക് പോയി. അതിന്റെ നന്ദി അവരെ കാണിക്കുന്നത്. പിന്നെ മൂർത്തീസ് ജ്വല്ലറിയിൽ ജോലി ചെയ്തതിന്റെ പരിചയമുണ്ട്. ആ എക്സ്പീരിയൻസ് ഡേവിഡ് സാർ പരിഗണിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും നീ മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യം പറയണം. കിട്ടിയ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കണം. ഇവിടെ ഉള്ളവർ ഞാൻ ഇവിടുന്ന് പോയപ്പോ നിനക്ക് ജോലി കിട്ടുന്നതിന് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ആ സമയത്ത് നീയോ അവിടെ ഇരുന്ന് പരുങ്ങുന്നത് ഞാൻ കണ്ടതാ. എടാ, നിന്റെ മുത്തശ്ശന്റെ മുന്നിൽ തലയുയർത്തി നിന്ന് തന്റെ അടുത്തോടെ പറയണം, ഞാൻ ജ്വല്ലറിയുടെ പുതിയ ബ്രാഞ്ചിന്റെ മാനേജറാണെന്ന്. ഇവിടെ ഉള്ളവർക്കല്ലേ നിനക്ക് ജോലി തരാൻ പ്രയാസം. അവരല്ലേ നിന്റെ ഉള്ള ജോലിയും കൂടെ കളഞ്ഞത്. അത് തെറ്റായി പോയെന്ന് നിന്റെ മുത്തശ്ശന് ബോധ്യം വരണ്ടേ? അങ്ങേര് മൂത്ത കൊച്ചുമോനെ പുറത്താക്കിയപ്പോഴേ ശരിക്കും പറഞ്ഞ ആ സ്ഥാനത്ത് നീയാ വരേണ്ടത്. അതിന് ഞാൻ അനന്തപുരിയിലെ സന്തതിയല്ലല്ലോ. അതുകൊണ്ട് പുറത്തുള്ളവരെ കമ്പനിയുടെ MD ആക്കിയാലും എന്നെ ആ സ്ഥാനത്തേക്ക് കിളവും കൊണ്ടുവരത്തില്ല. നിനക്കിനി അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ജ്വല്ലറി കേരളത്തിൽ മൊത്തം വ്യാപിക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ബ്രാഞ്ചുകളുടെ ചാർജ് നിന്നെ അവരെ ഏൽപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ മൊത്തം നീ നോക്കാൻ പറയും. അങ്ങനെ വന്നാ എനിക്ക് പരസ്യത്തിൽ പോലും അഭിനയിക്കാൻ പോണ്ട. ലക്ഷങ്ങളാ നിന്റെ കയ്യിൽ വരാൻ പോകുന്നത്. പിന്നെ അധികാരം കിട്ടുമ്പോ കളവും ചതിയൊന്നും ചെയ്യാതിരുന്നാ മതി. അതൊക്കെ ഞാൻ നിർത്തിയടി. എന്നിട്ട് നന്നാവാൻ തീരുമാനിച്ചപ്പോഴല്ലേ എന്നെ എല്ലാവരും കൂടെ ജയിലിൽ കയറ്റിയതും കമ്പനിന്ന് പുറത്താക്കിയതൊക്കെ. അതിനുള്ള പകരം വീട്ടലുകൂടിയാണിത്. ഞാൻ ഡേവിഡ് സാറിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. പറയുന്ന സമയത്ത് നീ ജോയിൻ ചെയ്യുന്നു. ഇനി നീ എനിക്കൊപ്പം നിൽക്കണം. ഈ വീട്ടിലുള്ളവരോട് നിനക്ക് തന്റെ അടുത്തോടെ കാര്യം പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. നാളെ നമ്മുടെ കുഞ്ഞ് സ്കൂളിൽ പോകുന്ന സമയത്ത് അവന് പറയാൻ പറ്റണം അവന്റെ അച്ഛൻ നല്ലൊരു പൊസിഷനിലാണെന്ന്. അല്ല, ഈ ഡ്രസ്സ് തന്നെ മതിയോ? എടാ, നിന്നെ പോലെ തന്നെ അവളും വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ആളാ. പക്ഷേ എന്റെ അടുത്ത് വരുമ്പോ മാത്രം അവൾ ഒരുങ്ങി ചമഞ്ഞാ വരുന്നേ. ഞാനും ഒട്ടും മോശമാവാൻ പാടില്ല. കുഴപ്പമില്ല. എന്താണ് നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ. നീ എങ്ങോട്ടെങ്കിലും പോവാണോ? ഒന്ന് പുറത്തേക്ക് പോണം. രാവിലെ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതേപ്പറ്റി നീ പറയുന്ന ഞാൻ കരുതിയത്. എന്നാ അതേപ്പറ്റി നീ ഇതുവരെ ഒന്നും പറഞ്ഞുമില്ല. ഇന്നെന്താ അമ്മേ പ്രത്യേകത? എടാ, നിന്റെ അച്ഛന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്ന ദിവസം ഇന്ന്. അയ്യോ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഇന്ന്. മാർച്ച് 16. പറഞ്ഞ പോലെ ശരിയാണല്ലോ. എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും നീ എനിക്കൊരു ഗിഫ്റ്റ് തരാറുള്ളതാ. ഇന്ന് അതൊന്നും ഇല്ലാതെ പോയല്ലോ. അത് പിന്നെ അമ്മ. അല്ല, എന്താ ഇത്? ഏയ് അതൊന്നുമില്ല അമ്മേ. എന്തെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് കൊള്ളാലോടാ. ഇത് നീ എനിക്ക് വേണ്ടി വാങ്ങിയതാണോ? മനസ്സിലായടാ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിയാത്ത പോലെ നടന്നിട്ട് എന്നെ ഞെട്ടിക്കാനായിരുന്നു നിന്റെ പ്ലാൻ അല്ലേ? അയ്യോ, അത് അമ്മേ. ഒന്നും പറയണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടു. മൂർത്തീസ് ജ്വല്ലറിയുടെ MD അവന്റെ അമ്മയ്ക്ക് തരേണ്ട ഗിഫ്റ്റ് തന്നെയാ നീ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്നാലും സ്വർണത്തിനൊക്കെ വലിയ വിലയുള്ളപ്പോ ഇത്രയൊന്നും വേണ്ടായിരുന്നു കേട്ടാ. എന്റെ അമ്മയുടെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറിയും അവളുടെ ബർത്ത്ഡേയും ഒരേ ദിവസം തന്നെ ആയിരുന്നു ഭഗവാനെ.